ഹായ് ഡിയേഴ്സ്, ഇന്ന് എന്നുള്ള പോലെ തന്നെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാട്ടോ. ലല്ലും പപ്പയാണ് സാധാരണ പോവാറ്, പക്ഷേ ഇപ്രാവശ്യം ഞാനും കൂടി കാര്യം ഇന്നൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. അത് ഇങ്ങക്ക് വലിയ സംഭവം ഇല്ലെങ്കിലും എൻ്റെ മാപ്പിളക്ക് ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇന്നെ കെട്ടിക്കൊടുന്ന കാലം തൊട്ടേ കേൾക്കണതാണ് എൻ്റെ ചീനിമരം, ഞങ്ങൾ കളിച്ചിരുന്ന ചീനിമര ചൂട്, അങ്ങനെ പല പല ചീനിമരത്തിന്റെ കഥകൾ. അപ്പോൾ ഗായ്സ്, ഇപ്പൊ പറഞ്ഞ ചീനിമരാണ് ഈ കാണുന്ന ചീനിമരം കേട്ടോ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ എൻ്റെ ഇക്കയും കൂട്ടരും കൂടി കുട്ടിക്കാലത്ത് അവൾ കളിച്ചിരുന്ന സ്ഥലമാണ് ഈ ചീനിമരത്തിന്റെ ചോട് എന്ന് പറയുന്നത്. അപ്പോൾ ഓർമ്മകളൊക്കെ അഴവറുക്കാൻ എന്ന പോലെ പറ്റുമ്പോഴൊക്കെ ലല്ലോനെ കുട്ടിയോടെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ചൂട്ട് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് മുൾച്ചൊടിക്ക് വന്നിട്ടുണ്ട് കേട്ടാ. ഞാൻ എൻ്റെ വീട്ടിൽ എത്ര നോക്കിയിട്ട് ഇത്ര ഉഷാറായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ ഡയലോഗായിട്ട് ഓർമ്മ വന്നത്. ഉമ്മ പറയും ആരില്ലാത്തവർക്ക് പഠിച്ചോണ്ടാവുമെന്ന്. താഴെ നോക്കുമ്പോൾ ചീനിമരത്തിന്റെ വേരൊക്കെ നല്ല പാറിന്റെ സൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ചൂണ്ടിക്കാണിച്ചിരുന്ന ഈ വെട്ടലുണ്ടല്ലോ, അതൊരു ബെഞ്ചാണെന്ന് കേട്ടോ പറയണത്. ഇപ്പച്ചി കളിച്ചിരുന്ന സ്ഥലത്തേക്ക് വന്നിക്കടേ. ഇപ്പച്ചി കളിച്ചിരുന്ന സ്ഥലം എന്നടോ അടക്ക ചീനിമരം അടക്കല്ലോ. ഇവിടെ ഇപ്പച്ചി സ്ഥിരമായിട്ട് കളിച്ചിരുന്നത്. നമ്മളെ കണ്ടോ ഞാനേ ഇപ്പച്ചി. നമ്മുടെ ഈ ചീനിമരത്തിന് 100-120 വർഷത്തിന് മുകളിലേ പഴക്കമുണ്ടെന്നാട്ടാ കേട്ടറിവ്. എന്തൊക്കെ ആയാലും ഈ ചീനിമരം ഒരു ഓർമ്മാവാൻ പോവാണ്. ഇത് റോഡ് പണിയൊക്കെ പ്രമാണിച്ചിട്ട് വൈകാതെ വെട്ടാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. ലല്ലുവിന് ഈ കണ്ടതൊന്നും മതിയാവാഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചും കൂടെ ഒക്കെ നടന്നിട്ടാണ് വീട്ടിലേക്കൊക്കെ കയറിയത്. അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ.